ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കടയിൽ കിടക്കുന്ന അതേ ടേസ്റ്റ് എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ കിടക്കാത്തതെന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കടയിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഇനി ഒട്ടും ടെൻഷൻ ഉണ്ട് കേട്ടോ. 100% കടയിൽ കിടക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം 1.5 കപ്പ് കടലമാവ് എടുത്തു കൊടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് കോൺഫ്ലവറാണ് ചേർത്തത്. 2 ടീസ്പൂൺ മൈദ, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യാനുസരണം പോലെ, അതായത് 1.5 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിലേക്കുള്ള വെള്ളം, അതായത് നോർമൽ വാട്ടർ തന്നെയാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വരട്ടെ. അങ്ങനെ ഇത് കണ്ടല്ലോ, അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഏത് പരുവത്തിലാണ് വേണ്ടത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവിന് ചെറിയ ചെറിയ തരികൾ പോലെ കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ മിക്സ് ചെയ്ത് നമുക്ക് വേണ്ടത്. നമ്മുടെ മാവ് കണ്ടല്ലോ, തിക്നെസ്സും ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് നമുക്ക് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെച്ചേക്കാം. അപ്പം ഞാനിവിടെ വലിയ സൈസിലേക്ക് ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു 2 വശം, ഇതും പിന്നെ ഇപ്പുറത്തെ ഈ മറുവശം, ഇത് മാത്രം നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന സമയത്ത് സൈഡിലൊരു നാര് പോലെ ഉണ്ടാവുമല്ലോ നമ്മുടെ വാഴയ്ക്കയുടെ ആ തൊലി. അപ്പോൾ അത് കിടക്കാനായിട്ടാണ്. അത് വേണമെങ്കിൽ വേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവസാനം നമ്മൾ ഈ തൊലി വേറെ 2 വശത്തെയും തൊലി നമ്മൾ എടുത്ത് കളയാണ്. ഇതങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വലിയ സൈസിലേക്കായിട്ട് തന്നെയാണ് മൊത്തത്തിൽ, അതായത് പകുതി കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കിടക്കുന്ന പോലെ തന്നെയാണ് വലിയ സൈസിലേക്കായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്നെസ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലേക്കാണ് ഇട്ട് വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം കേട്ടോ. നമുക്കറിയാമല്ലോ വാഴയ്ക്കൊക്കെ കളർ ചേഞ്ച് ആവും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ ഉപ്പിട്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇട്ട് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വേറെ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ഇത് നമ്മുടെ ഈ വാഴയ്ക്ക ഇതുപോലെ തന്നെ എല്ലാം ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയം വരേക്കും നമ്മൾ വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ, അതായത് വാഴയ്ക്ക് കട്ട് ചെയ്യുന്ന ആ സമയം വരേക്കും നമ്മുടെ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ വാഴയ്ക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്തത്. അത് ചേർത്തെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയും നല്ല ചൂടാക്കി വയ്ക്കുക. നല്ല ചൂടാവുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല പൊങ്ങി വരും. കണ്ടല്ലോ, ഇതുപോലെ നല്ല പൊങ്ങി വരികയും ചെയ്യും. ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു രക്ഷയില്ല. കടയിൽ കിടക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത്രയും ദിവസം ഇതൊന്നും അറിഞ്ഞു പോയില്ല എന്നുള്ള ടെൻഷനായിരിക്കും നമ്മൾക്ക്. പക്ഷേ ഇനി നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ ഇത് മാത്രമേ ട്രൈ ചെയ്യില്ല കേട്ടോ. അതിന് ഞാൻ തന്നെ ഉറപ്പ് പറയാം. എന്താണെന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കഴിച്ചാൽ മാത്രമേ അറിയില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇത്രയും ദിവസം അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കണ്ടല്ലോ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാഴയ്ക്ക ബജ്ജി റെഡിയാണ്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട, ഇന്ന് തന്നെ ഇതുപോലെ നിങ്ങൾ മാവൊക്കെ ഒന്ന് റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ വാഴയ്ക്കയ്ക്ക് എന്നല്ല, നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത് എണ്ണ കുടിക്കാതെ വേണം നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ. അതായിരിക്കും നമ്മുടെ എപ്പോഴും ഉള്ളൊരു ടെൻഷനും. എണ്ണക്കടി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ അധികം കുടിക്കാത്തൊരു സ്നാക്സ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്സ് കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. എന്താണെന്ന് പറഞ്ഞ സമയത്ത് എണ്ണ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു അംശത്തിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.